അത് വ്യക്തി എന്ന നിലയിലും തൊഴിലിലും അങ്ങനെ വേണം. അതുകൊണ്ട് ഞാൻ ലണ്ടനിലേക്ക് പോകുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോ രഘുവിനാണ് ഓഫീസിന്റെ ചുമതല. താൻ വേണം രഘുവിനെ അസിസ്റ്റ് ചെയ്യാൻ. അവന്റെ ഷെഡ്യൂൾ നോക്കണം, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. തെറ്റിപ്പോയാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് പാച്ചപ്പ് ചെയ്യണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സാന്ദ്ര ചെയ്യുന്ന ജോലികളെല്ലാം താൻ ചെയ്യണമെന്നർത്ഥം. ഓക്കെ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. സാറിന് എന്നോടുള്ള ഈ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുന്ന പ്രോമിസ് ചെയ്യുന്നു. ഗുഡ്. പ്രോമിസ് വിൽ ബി എ പ്രോമിസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ യാത്രയില് സാറും ശ്രദ്ധിക്കണേ, ആരോഗ്യം നോക്കാൻ മറക്കരുത്. ഓക്കെ, തീർച്ചയായിട്ടും. ആക്ച്വലി സാറ് പോയി കഴിഞ്ഞാ എനിക്ക് സാറിന് വല്ലാതെ മിസ്സാവും. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വിഷമം. ആണോ? എന്തുപറ്റി? രാജാറാം സാറിന്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ. അവരുടെ ലണ്ടൻ ടൂർ ക്യാൻസൽ ആയില്ലേ? ഇനി എന്താ വിഷയം? വിഷയമുണ്ട്. ആ സുദർശനൻ എന്നെ പറ്റി എന്തൊക്കെയോ രവിവർമ്മൻ സാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സാറിന്റെ കുത്തുവാക്കുകൾ മാഡം ശ്രദ്ധിച്ചില്ലേ? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. അയ്യോ കഷ്ടം. എന്റെ രാജാറാം സാറേ, ആ സുദർശനൻ രവിവർമ്മൻ സാറിനോട് എന്തോ പറഞ്ഞു കൊടുക്കട്ടെ. ലെറ്റ് ഹിം ഗോ ടു ഹെൽ. അല്ല, സാർ ഇനി അയാളുടെ കടയിൽ പോയിട്ട് കെട്ടിയോൾക്കും മകൾക്കും ഡ്രസ്സൊന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ, ഉണ്ടോ? ഏയ്, അതല്ല. Then leave it. Who cares? I care, സാന്ദ്ര മാഡം. ഈ സ്ഥാപനം എനിക്കെന്റെ കുടുംബം പോലെ. സാറിന്റെ പുതിയ അറേഞ്ച്മെന്റ്സ് കേട്ടപ്പോ ഞാൻ മനസ്സിൽ തകർന്നുപോയി. രഘുവർമ്മൻ ഓഫീസിന്റെ ചാർജ് ഏറ്റെടുക്കുമ്പോ സാറിന് അസിസ്റ്റ് ചെയ്യുന്നത് ശ്രീലക്ഷ്മി മാഡമാണെന്ന്. ഇത് മതി. എന്തൊക്കെ ഏടാകുടങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. ചക്കിക്കൊത്ത ചങ്കരനും ചങ്കരനൊത്ത ചക്കിയും ബെസ്റ്റ് ജോഡിയ. നോ രാജാറാം സർ, ശ്രീലക്ഷ്മി അത്ര നിസ്സാരമായിട്ട് കാണരുത്. ഷീസ് വെരി കണ്ണിങ്. നമുക്ക് രണ്ടുപേർക്കും മുമ്പ് പല അനുഭവങ്ങളും ഉള്ളതാ. അവളെ സൂക്ഷിക്കണം. നമ്മളെ എത്ര നല്ല വല വീശിയാലും അവള് കണ്ണി പൊട്ടിച്ച് ഏതെങ്കിലും വഴിയിലൂടെ പുറത്ത് ചാടും. ഷീസ് ടു ക്ലെവർ ടു ഹാൻഡിൽ. ആയിക്കോട്ടെ, ഫൈറ്റ് ചെയ്യുമ്പോ ശക്തരോട് തന്നെ വേണം ഫൈറ്റ് ചെയ്യാൻ, അല്ലാതെ കാറ്റടിക്കുമ്പോ പറന്നു പോകുന്നവരോടല്ല. ഇപ്പൊ നമ്മൾ കൈകോർക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്കാണ്. ശ്രീലക്ഷ്മി കാരണം ഈ കമ്പനി തകരരുത്, രവിചന്ദ്രവർമ്മന്റെ ജീവിതവും. ഇത് രണ്ടിനും വേണ്ടി നമ്മൾ ശ്രീലക്ഷ്മിക്കെതിരായി ശക്തമായി നിൽക്കും, ഒരേ മനസ്സുമായി. സേ യെസ് ഓർ നോ. സാർ. എന്താ? സരോജ എന്ന് പറഞ്ഞ ഒരാള്. ശ്രീരജ, ഞാൻ ഇവിടെയാ. എന്താ സരോജം, എന്താ പറ്റിയത്? ഞാനൊന്നും ചെയ്തില്ല ശ്രീരജ. കോളനിയിലെ മാലിന്യം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനാ ഇവരെന്നെ അറസ്റ്റ് ചെയ്തത്. നിന്നെ മാത്രം അറസ്റ്റ് ചെയ്തോളൂ? എന്നെ മാത്രം, ബാക്കി എല്ലാരും ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞു? നീ ആവശ്യമില്ലാത്ത ഓരോ കുരുക്കി ചെന്ന് ചാടുന്നത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ. ഹലോ സാർ. ഇതെന്താ ചന്തയാണോ തനിക്ക് തോന്നും പോലെ കയറി വരാൻ? ഇത് പോലീസ് സ്റ്റേഷനാ, പോലീസ് സ്റ്റേഷൻ. ആരാ താൻ? സാർ, ഇതെന്റെ ഭാര്യയാണ്. ഓ അത് ശരി. നല്ല അടക്കോ ഒതുക്കോ ഉള്ള കൂട്ടത്തിലാണല്ലോ നിങ്ങളുടെ ഭാര്യ. പോലീസിനെ ആക്രമിച്ചെന്നോ? ആര്? അയ്യോ ശ്രീരജ, ഞാനൊന്നും ചെയ്തില്ല. ഇവര് വെറുതെ കള്ളക്കഥ ഉണ്ടാക്കുന്നതാ. വായടക്ക്.
ഇവര് പോലീസിനെ ആക്രമിക്കുക മാത്രമല്ല ഏതോ ഒരു പയ്യനുമായി ചേർന്ന് വീഡിയോ എടുത്ത് അത് CM-ന്റെ ഓഫീസ് വരെ എത്തിക്കുകയും ചെയ്തു. ആള് ജഗജാല കില്ലാടിയാ. പയ്യനായിട്ട് ചേർന്നോ? ഏത് പയ്യൻ? അയ്യോ എന്റെ കരിക്കുത്തിയമ്മേ, മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യം ശ്രീടച്ച ഇവര് പറയുന്നത്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക്. ദേ അതാണ് കംപ്ലൈന്റ് തന്ന മാഡം. നോട്ടീസിൽ എന്താണ് സാർ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് പോയി അന്വേഷിക്കാം. നോട്ടീസ് ഒന്നും നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. പോയി പുറത്തെങ്ങാനും ഇരിക്കും, ഇറങ്ങിപ്പോടോ. പോ പോ പോ. ഡോ, പിടിച്ച് വെളിയിറക്കടോ. ശരി സാർ. ഇങ്ങോട്ട് വാടാ. ശ്രീടച്ച, വാടാ ഇങ്ങോട്ട്. ശ്രീടച്ച, പുറത്തോട്ട് ഇരിക്ക്. നടക്കടാ അങ്ങോട്ട്. നടക്കടേ. ശ്രീടച്ച. അമ്മ എവിടെ? അമ്മേ, അമ്മേ, മോളെ, അമ്മേ, അമ്മേന്റെ അഴിക്കുള്ളി പിടിച്ചിട്ടിരിക്കുക. അമ്മ എന്തു പറ്റി അമ്മേ? ഞാനൊന്നും ചെയ്തില്ല മോളെ, ഞാൻ നിരപരാധിയാ. അമ്മയ്ക്കൊന്നും പറ്റില്ല അമ്മ, പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. നന്ദ, സർ, ഐ എം നന്ദൻ. ഐ എം എ ലീഗൽ അഡ്വൈസർ. ഒരു വിവരം അറിയണമല്ലോ. സരോജാമ്മ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഏതാണ് വകുപ്പ്? ആഹാ, ഇത് കൊള്ളാലോ. ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്നത് ഇതാ. ഇൻഫാക്ട് ഞങ്ങളുടെ ജോലി വളരെ എളുപ്പമായി എന്നർത്ഥം. ഇത് നിന്റെ പിക്ചർ അല്ലേ? അതെ. സർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. വാട്ട്? അറസ്റ്റോ? എന്തിന്? അതെന്തോ ചെറിയ വിഷയമാണ് സർ. നമ്മൾ കാര്യമാക്കണ്ടെന്നാ തോന്നുന്നത്. ബ്ലഡി ഹെൽ. രാജാറാം, ശ്രീലക്ഷ്മി നമ്മുടെ സ്റ്റാഫാണ്. ശമ്പളം പറ്റുന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പൊരുതുന്ന ഒരു പോരാളി. അങ്ങനെയുള്ള ആളുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അതൊരു ചെറിയ കാര്യമെന്നല്ല പറയേണ്ടത്. ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. നമ്മൾ ഇടപെടും. വെദർ യു ബോദർ ഇറ്റ് ഓർ നോട്ട്, ഐ ഡോണ്ട് കെയർ. ഞാൻ അങ്ങോട്ട് പോവാ ഇപ്പൊ തന്നെ. ശരി, കുഴപ്പമില്ല. രവിവർമ്മൻ സാറ് വന്നിട്ടുണ്ട്. ഇനി സാറിനോട് സംസാരിക്കും. അപ്പോ രവിവർമ്മൻ സാർ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ശിക്ഷിക്കാം അപരാധികളെ, എന്നാൽ നിരപരാധികളുടെ മനസ്സിനോ ശരീരത്തിനോ ഒരു പോറൽ പോലും ഏൽക്കരുത്. അതിനാണ് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ള മുദ്രാവാക്യം നമ്മൾ പിന്തുടരുന്നത്. അത് ഔദ്യോഗികമായി നടപ്പിലാക്കുമ്പോഴേ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള ആദരവും വിശ്വാസവും ബഹുമാനവും 10 മടങ്ങ് വർദ്ധിക്കും.
അല്ലാതെ പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. പേരല്ല മാറേണ്ടത്, മാറേണ്ടത് നമ്മളാണ്. പേര് മാറ്റിയാൽ ആളുകളുടെ സ്വഭാവം മാറുമെങ്കിൽ വലിയ മദ്യപാനികളെയൊക്കെ പിടിച്ച് പേര് മാറ്റിയാ പോരെ, ജോലി എളുപ്പമാവല്ലോ. അവരെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ട കാര്യം എന്തിരിക്കുന്നു? സോ നിങ്ങൾ ആദ്യം നന്നാവും, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കൽ. സോറി സാർ, ഇനി എന്റെ കയ്യിലൊന്നും ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല സാർ. സാറേ, ഇവരെ പിടിച്ച് അഴിക്കുള്ളിലിട്ട് സാറ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെല്ലാം അതറിയാം സരോജം. അറിയാതിരുന്നത് ഇദ്ദേഹമാണ്. ഇപ്പോ ഇദ്ദേഹം അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സരോജാമ്മയ്ക്ക് പോവാം. ഒറ്റയ്ക്കല്ല, നമുക്കൊരുമിച്ച്. എന്താ, നീങ്ങല്ലേ? വരൂ. ധീരോദാത്തനാണ് നമ്മുടെ നായകൻ. നായികയുടെ സ്വന്തം ചോരയെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഇതിനൊക്കെ കാരണക്കാരനായ ത്രിവിക്രമനിട്ടൊരു പണി കൊടുക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇരു ചെവി അറിയാതെ പോലീസ് ഇന്ന് അയാളെ പൊക്കുകയും ചെയ്യും. ആ വൃത്തികെട്ടവനെന്ന് 2 കിട്ടുകയും ചെയ്യുമെന്ന് ഉറപ്പാ. ആണോ? അതല്പോ ഓവർ സ്മാർട്ട് കളിയാണല്ലോ. പാവപ്പെട്ടവൻ ഇനി കുറച്ചു കാലം അകത്ത് കിടക്കോ? ഏതാ വകുപ്പ്? വകുപ്പും റൂളും ഒന്നും ഇല്ല സാന്ദ്ര മാഡം. പോലീസല്ലേ, വെറും സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിലൊന്ന് കയറ്റും, പിറ്റേന്ന് നിരുപാധികം വിട്ടയക്കുകയും ചെയ്യും. പക്ഷേ കയറി ഇറങ്ങുന്നവന്റെ കയ്യിലെയോ കാലിലെയോ എല്ലൊരൽപ്പം ഒടിഞ്ഞെന്നിരിക്കും, അത്രേ ഉള്ളൂ. കൊള്ളാം. രവിവർമ്മൻ സാർ പറഞ്ഞിട്ട് രാജാറാം സാർ തന്നെ ആയിരിക്കും ഇതൊക്കെ ഏർപ്പാടാക്കിയത്. എന്നിട്ടിപ്പോ പരിഹാസവും. പരിഹാസം എന്റെ രക്തത്തിലുള്ളതാ സാന്ദ്ര മാഡം. പിന്നെ ലോകത്തിന്റെ കണ്ണിൽ ഇനി എന്ത് അന്യായമാണെന്ന് തോന്നുന്ന കാര്യമായാലും ശരി, രവിവർമ്മൻ സാറ് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതെ, അങ്ങനത്തെ ഒരു ബന്ധമാ. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആ ത്രിവിക്രമനിട്ടൊരു തട്ട് കിട്ടുന്നത് ന്യായമാണെന്ന് എനിക്കും തോന്നി. സരോജ് എന്ന ആ സ്ത്രീ ഒരു പഞ്ചപാവ. അവരൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചപ്പോ ഇവൻ ഒറ്റുകയായിരുന്നു. ഓഹോ, അപ്പൊ രാജാറാം സാറും ഇപ്പൊ അവരുടെ പക്ഷത്തായി എന്നർത്ഥം. ഹേയ്, ഇതിൽ പക്ഷത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല സാന്ദ്ര മാഡം. കാരണം എനിക്ക് അന്നും ഇന്നും ഒരു കൺസേണേ ഉള്ളൂ, ഒരൊറ്റ പരിഗണന: രവിചന്ദ്രവർമ്മൻ. ആ മനുഷ്യന് പരിക്ക് പറ്റുമെന്ന് തോന്നുന്നതിനെ ഞാൻ എതിർക്കും. അതിവിടെ ശ്രീലക്ഷ്മിയാ ചെയ്യുന്നത്, ആ കുട്ടിയുടെ മാതാപിതാക്കളല്ല. രവിവർമ്മൻ സാറിനെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഞാൻ അകറ്റും. പക്ഷേ ആ പാവപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് അകൽച്ചയും എതിർപ്പുമില്ലെന്നർത്ഥം. ശരി ശരി, ആയിക്കോട്ടെ. എനിക്ക് പോലീസ് സ്റ്റേഷൻ എപ്പിസോഡ് എന്തായിന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാന്ദ്ര മാഡം, നാളെ കാണാം. അപ്പോ അതും അവൾക്ക് അനുകൂലമായി തന്നെ നടന്നു. ഈ രാത്രി അവിടെ ആഘോഷമായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ. ഈ ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ലല്ലോ. ത്രിവിക്രമൻ നിന്റെ അമ്മയെ ലോകകപ്പിൽ കയറ്റിയതേ ഉള്ളൂ. ഞാൻ നിനക്കായിട്ട് കണ്ടുവച്ചിട്ടുള്ളത് അതിലും വലിയൊരു സ്ഥലമാ. രവിവർമ്മൻ സാറിന് പോലും കണ്ടെത്താൻ പറ്റാത്തൊരു സ്ഥലം. കാണാൻ നമുക്ക്. ത്രിവിക്രമൻ ആരാണ്? ഞാനാ. എന്താ പ്രശ്നം? SI വിളിക്കുന്നു. ഉടൻ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. സ്റ്റേഷനിലോ? അതിന് ഞാൻ എന്ത് ചെയ്തു? അതൊക്കെ സാറ് പറയും. നിങ്ങൾ ഇറങ്ങ്, പോവാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യേ. വെയിറ്റിംഗ് ഒന്നും പറ്റില്ല. കാപ്പിയും ഭക്ഷണമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ തന്നെ തരാം. താൻ ഇറങ്ങ്, വാ. ചേട്ടാ, എന്താ ഇതൊക്കെ? എന്താ ഇവിടെ പോലീസുകാര്? അറിയില്ല പപ്പി, SIക്ക് കാണണമെന്ന്. കൂടുതൽ വിശദീകരിക്കണം നിൽക്കണ്ട.
തന്നോടല്ലേ പറഞ്ഞ വരാൻ. വാങ്ങോട്ട്. വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതിനെന്താ ഇത്ര ചൂടാവാൻ? പപ്പി, ഞാനെന്ന് പോയി നോക്കട്ടെ. ചിലപ്പോ ഈ SI പഴയ പരിചയക്കാരുമല്ലോ ആയിരിക്കും. അതെ അതെ, പരിചയം പഴയതല്ല, പുതിയതാ. തന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെട്ട് വെക്കാൻ മുകളിൽ നിന്ന് പറഞ്ഞിട്ടാ വിളിപ്പിക്കുന്നത്. ആശ നടന്നാട്ടെ. നടക്കടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ, നടക്കടാ. വാടാ ഇങ്ങോട്ട്. ഹലോ. കിട്ടി സാർ. ആള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, കള്ളനെ പോലീസ് പിടിച്ചു. മേലാപ്പിന്ന് പറഞ്ഞത് കറക്റ്റാ. ഇവനെ കണ്ട പക്ക ഫ്രോഡ് ലക്ഷണമുണ്ട്. ചില ആൺപിള്ളേർ ഇങ്ങനെയാ, പരിചയപ്പെട്ട ഉടനെ ഓവർ സ്മാർട്ട് കാണിക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും കാണിച്ചാ നീ ധൈര്യമായിട്ട് പറയൂ നിനക്കത് ഇഷ്ടമല്ലാന്ന്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാ മതി, പക്ഷെ ബോൾഡ് ആയിരിക്കണം. അവന് വിവരമുണ്ടെങ്കിൽ പിന്നെ അവൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. ശരിയാ. ഇനി അവൻ എന്നെ ശല്യം ചെയ്യാൻ വരുമ്പോ ഞാൻ ഡീൽ ചെയ്ത് ഒതുക്കും, നോക്കിക്കോ. പക്ഷേ എന്റെ ടെൻഷൻ അതല്ലടി. നാളെ രവിവർമ്മൻ സാറ് ലണ്ടനിലേക്ക് പോവാ. സാറ് ഓഫീസിലുള്ളപ്പോഴേ ഒന്ന് നേരെ ചൊവ്വം മിണ്ടാൻ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ലണ്ടനിൽ പോയാലുള്ള കാര്യം എന്തായിരിക്കും? നീ ഒന്ന് ആലോചിച്ചേ. ഓ, എന്താ ആലോചിക്കാൻ? ലോകത്തിലെ ഏറ്റവും വേഗത എന്തിനാണെന്നറിയോ നിനക്ക്? അത് വെളിച്ചം. അല്ലടി, പ്രകാശത്തെക്കാൾ സ്പീഡിൽ സഞ്ചരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്, നമ്മുടെ മനസ്സ്. അതുകൊണ്ട് രവിവർമ്മൻ സാർ ഏത് രാജ്യത്തിൽ പോയാലെന്താ, നിന്റെ മനസ്സിലെ സാറ് കൂടെ ഉണ്ടല്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി. അതെന്താണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല കൃഷ്ണ. രവിവർമ്മൻ സാറ് സുഖമായി പോയിട്ട് വന്നാ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയാ എനിക്ക്. എന്റെ കരിക്കോത്തിയമ്മ, ആർക്കും ഒരു ആപത്തും വരാതെ എല്ലാം നന്നായി അവസാനിക്കണേ. അമ്മ, ഇതുവരെ ചോറ് റെഡിയായില്ലേ? നിക്കവിടെ കുറച്ചു നേരം. രാവിലെ വന്ന് അടുക്കള കയറിയല്ലേ കൈ ഊരിപ്പോയില്ല കേട്ടോ. കുളിച്ചൊരിഞ്ഞു വന്ന് നിന്ന് ഓരോന്നങ്ങ് ചോദിച്ചോളും. അമ്മ, ചോറ് റെഡിയായില്ലേ? കാപ്പി റെഡിയായില്ലേ? കപ്പയും മീനും റെഡിയായില്ലേ? ഒരമ്മമാരുടെ തലയിലെടുത്ത്. പിടിക്ക് നിന്റെ ചോറും കറി. ഇതെന്താടി ഇത്? കണ്ണിമാങ്ങ അച്ചാറാ. അതെനിക്ക് മനസ്സിലായി. ഇത്ര അച്ചാർ എന്തിനാന്നാ ചോദിച്ചത്. ലണ്ടനിൽ ഇതൊന്നും ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ, അതാ എടുത്തത്. എന്നുവെച്ചാ? ഒന്നുമില്ല എന്റെ അമ്മേ, എനിക്ക് സമയായി, പോട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാം. ഭഗവാനെ, മനസ്സിൽ എന്തെന്നറിയാത്ത ഒരുപാട് ടെൻഷനുകൾ വന്നു കയറിയിരിക്കുക. രവിവർമ്മൻ സാറിനോട് നേരൊന്ന് സംസാരിക്കാൻ സാധിച്ചില്ല ഇതുവരെ. ഇന്നെങ്കിലും എനിക്കതിന് കഴിയണം. സാന്ദ്ര മാഡവും രാജാറാം സാറും പല കാര്യങ്ങൾക്കും ഞങ്ങൾക്കിടയിൽ കയറി നിൽക്കും. എനിക്കൊരു 10 മിനിറ്റ് സാറിന് എന്റെ അടുത്ത് കിട്ടിയാ മതി. സാറിന്ന് ലണ്ടനിൽ പോയാ പിന്നെ ദിവസങ്ങൾ കഴിയും നേരിട്ടൊന്ന് കാണാൻ. അതുകൊണ്ടാ. ദയവ് ചെയ്ത് എനിക്കൊരു വഴി കാണിച്ചു തരണം ഭഗവാനെ, കാത്തുരക്ഷിക്കണേ. ഹലോ മാഡം. ശ്രീലക്ഷ്മി എവിടെയാണ്? മാം, ഞാനിവിടെ ഈ മൂഞ്ഞാട് അമ്പലത്തിലാണ്. സോറി, അല്പം ലേറ്റായി. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഓഫീസിലെത്തും മാഡം. നോ, നീ ചെയ്തത് നല്ല കാര്യമാ. അമ്പലത്തിൽ ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും എപ്പോഴും ഗുണമേ ചെയ്യൂ. എന്തായാലും നീ അവിടെ തന്നെ നിന്നാ മതി. അല്പസമയത്തിനുള്ളിൽ നന്ദൻ അവിടെ എത്തും നിന്നെ പിക്ക് ചെയ്യാൻ. നന്ദൻ എന്തിനാ എവിടെ വരുന്നേ? എന്നെ പിക്ക് ചെയ്തിട്ട് എവിടെ പോവാൻ? നമ്മുടെ ടെക്നോ പാർക്ക് ഓഫീസിലുള്ള ലീഗൽ അഡ്വൈസർ മിസ്റ്റർ സൈമൺ തരകനെ നന്ദൻ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. അദ്ദേഹം നേരത്തെ ഈ ഓഫീസിലുണ്ടായിരുന്ന ഒരു സീനിയർ സ്റ്റാഫാണ്.
നന്ദൻ ഈ ഓഫീസിൽ നൽകിയ പല സജഷൻസിലും രവിവർമ്മൻ സാർ ഇംപ്രസ്ഡ് ആണ്. രവിവർമ്മൻ സാർ തന്നെയാ നന്ദനോട് പറഞ്ഞത് മിസ്റ്റർ സൈമൺ തരകനെ മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന്. നന്ദന്റെ കൂടെ തന്നെ അയക്കാൻ സാർ തന്നെയാ പറഞ്ഞത്. മാം, അതിന് ഞാനെന്തിനാ മാഡം കൂടെ പോയിട്ട്? ഇന്നെനിക്ക് ഓഫീസിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങള്. വാട്ട്? എന്താ നീ പറയുന്നത്? അതല്ല മാഡം, ഞാനപ്പോ ഇന്ന് ഓഫീസിലേക്ക് വരണ്ടേന്ന്. ദാറ്റ് മീൻസ് നീ എന്ത് ജോലി ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കും അല്ലേ? നിന്റെ സുപ്പീരിയർ ആയ എന്റെ ഓർഡർ നീ അനുസരിക്കില്ല എന്നർത്ഥം. അയ്യോ മാഡം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നീ എങ്ങനെ ഉദ്ദേശിച്ചു? ദേ നോക്ക്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അല്ലാതെ നീ പറയുന്നത് ഞാനല്ല. യു നോ വൈ? ബിക്കോസ് യു ആർ മൈ സബോർഡിനേറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം, മനസ്സിലായി. ശ്രീലക്ഷ്മി, പ്ലീസ് ലിസൺ. നന്ദൻ നമ്മുടെ ഓഫീസിലെ ന്യൂ കമറാണ്. അതാ നിന്നെ നന്ദനോടൊപ്പം അയക്കാമെന്ന് തീരുമാനിച്ചത്. മാത്രമല്ല, നിങ്ങൾ രണ്ടാളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലതവണ. സോ ഐ തോട്ട് നിങ്ങൾ മ്യൂച്വലി കംഫർട്ടബിൾ ആയിരിക്കുമെന്ന്. അപ്പൊ ജോലി പെട്ടെന്ന് തീർത്തിട്ട് വരികയും ചെയ്യാലോ. ദാറ്റ്സ് മൈ പോയിന്റ്. അതല്ല, ഇനി തനിക്ക് എന്റെയും രവിവർമ്മൻ സാറിന്റെയും വാക്ക് കേൾക്കാൻ താല്പര്യക്കുറവാണെങ്കിൽ ഓക്കെ. ഞാനിവിടെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല. സാന്ദ്രമേടാ പറഞ്ഞേ ഇവിടെ ഒന്ന് തന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ. ഏതായാലും ഓഫീസിൽ ജോലി തുടങ്ങുന്നതിന് മുമ്പ് താൻ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ അമ്പലത്തിനും കയറാറുള്ള വിവരം അറിയില്ലായിരുന്നു. ഇപ്പോഴാ താനൊരു കടുത്ത ഈശ്വരവിശ്വാസിയാണെന്ന് മനസ്സിലായത്. വെരി ഗുഡ്. അല്ല, കഴിക്കാനുള്ള പ്രസാദമൊന്നും കിട്ടിയില്ലേ? എന്റെ അമ്മേ, താനിങ്ങനെ നോക്കി ദയിപ്പിക്കണ്ട. വാ പോവാം. ഇനി സാന്ദ്ര മേഡത്തിന്റെ ഓർഡർ ഫോളോ ചെയ്തില്ലെന്ന് വേണ്ട. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, നന്ദൻ, എന്താ ഇത്? ചെരുപ്പ്. ഇത് തന്റെ അല്ലേ? തന്റെ കാലം ചെരുപ്പ് കണ്ടില്ല, താനോട്ട് വിളിച്ചിട്ട് നിന്നുമില്ല. അപ്പൊ ഞാൻ കരുതി ഇത് തന്റേതായിരിക്കുമെന്ന്. ശരി, തന്റേതല്ലെങ്കിൽ ഞാൻ തിരികെ കൊണ്ടിടാം. ഏയ് നന്ദൻ, ചെരുപ്പ് താഴെയിട. എന്തിനാ എന്റെ ചെരുപ്പ് കൈകൊണ്ട് എടുക്കാൻ പോയത്? അത് ഞാൻ ശ്രീലക്ഷ്മി വെറുതെ. നോ, ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കരുത്. നന്ദൻ, പറയുന്നുണ്ടൊന്നും തോന്നരുത്. എന്റെ കാര്യത്തിൽ നന്ദൻ ഇത്രയും കെയർ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. രവി സർ. ഹലോ സർ, നമസ്കാരം. നമസ്കാരം മാഡം. എന്റെ പേര് രവിചന്ദ്രവർമ്മൻ എന്നാണ്. ഓർമ്മയുണ്ടോന്നറിയില്ല. കളിയാക്കണ്ട സർ. മനസ്സിലായി, സാറിന് എന്നോട് നീരസം ഉണ്ടെന്ന്. ഓ, എന്ത് നീരസം? ഞാൻ കരുതി താൻ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന്. അയ്യോ സർ, മറക്കാനോ? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അല്ല, തന്നെ ഇന്ന് ഓഫീസിൽ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സർ, സാന്ദ്ര മാഡം പറഞ്ഞത്. യെസ്, ഞാൻ അറിഞ്ഞു. അത് സാൻഡ്രയുടെ തീരുമാനമാണ്, എന്റേതല്ല. എനിക്കും തോന്നി സർ. പിന്നെ സാറിനെ ഇപ്പൊ വിളിച്ചത് എന്തേലും പ്രത്യേക കാര്യം? അത് കൊള്ളാം. ബോസിനെ തന്റെ സബോർഡിനേറ്റിനെ വിളിച്ചൂടെ? ഇത് എവിടുത്തെ ന്യായോ? അയ്യോ സർ, അങ്ങനെയല്ല. സാർ ഇന്ന് ലണ്ടനിലേക്ക് പോവല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ സാറിനെ ഫോൺ ചെയ്ത് വിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാ സാറ് തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോ വെറും ഫോൺ വിഷ് മാത്രമേ ഉള്ളൂ അല്ലേ?
ആത്മാർത്ഥമുള്ളവരായിരുന്നെങ്കിൽ നേരിട്ട് വന്ന് ശുഭയാത്ര ആശംസിക്കുമായിരുന്നു. അതായിരുന്നു ബെറ്ററും. കറക്റ്റ് ആണ് സർ. തീർച്ചയായും ഞാൻ നേരിട്ട് വന്ന് സാറിന് ശുഭയാത്ര ആശംസിച്ചിരിക്കും. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഓ, ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഞാൻ വെറുതെ തമാശ പറഞ്ഞെന്ന് കരുതിയാ മതി. ഏയ് നോ നോ, ഞാൻ തമാശ അല്ല സർ പറഞ്ഞത്. ഐ എം വെരി സീരിയസ്. ഞാൻ ഉറപ്പായും വന്നിരിക്കും. സാറിനെ വിശ്വസിക്കാം. ആ ശരി, ഓക്കെ സമ്മതിച്ചു. അതൊക്കെ പോട്ടെ. എന്തായി തന്റെ ജോലിയുടെ കാര്യങ്ങൾ? പോയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നോ അവിടെ? എന്താ സർ പെട്ടെന്ന് വിഷയം മാറ്റുന്നത്? ജോലിക്കിടയിൽ ഞാൻ വരാൻ പാടില്ലെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? ഹേയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓ, വെറുതെ പറഞ്ഞതാണല്ലേ? എന്നാ ശരി സർ. സാറ് വരണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഉറപ്പായും വരില്ല. ആ അമ്മേ, ഞാൻ ഓഫീസിന് ചേട്ടായി യാത്ര ആയിട്ടാ വരുന്നത്. കാറിങ് കൊണ്ടുവന്നു. രവി ഭക്ഷണം കഴിച്ചിട്ടാണോ മോനെ പോയത്? രഘു, ഓ, ഞാൻ ചോദിക്കുന്നത് എന്തോ നീ ചെയ്യുന്നത് എന്തുവാ? ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. എന്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടായി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചത്. അല്ലെങ്കിൽ തന്നെ ചേട്ടായി കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അമ്മേ, ഇനി അമ്മ അതിന്റെ പേരിൽ ഉറക്കമില്ലാതാക്കണ്ട. ദേ, അമ്മയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നാൽ മൊബൈലിൽ കളിക്കാതെ കുറച്ചു സമയം അമ്മയോടൊപ്പം ഇരിക്കണമെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അത് ശരി. എന്നിട്ടിപ്പോ നീ ചെയ്യുന്നത് എന്തുവാ? അയ്യോ, അതമ്മ, സോറി 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 സോറി. രഘു, ഞാൻ നിന്നോട് രേഖയോട് ഒരു ബെറ്റ് വെച്ചിരുന്നു. ഒരു ദിവസം മുഴുവൻ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ലെന്ന്. ഓർമ്മയുണ്ടോ നിനക്കത്? അയ്യോ, ഞാനത് മറന്നുപോയമ്മേ. നമുക്ക് അതൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്താലോ? നാളൊരു ദിവസത്തേക്ക്. ഏയ്, പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇന്നത്തെ ദിവസം രേഖയാ ജയിച്ചിരിക്കുന്നത്. അവക്കാണ് സമ്മാനം. സുകന്യെ, അതിങ്ങ എടുത്തോണ്ട് വാ. രേഖയ്ക്ക് സമ്മാനം കിട്ടിയത് നന്നായി അമ്മേ. ഞാൻ ജയിച്ച അവള് തോറ്റിരുന്നെങ്കിൽ ഇന്നിവിടെ ഭൂകമ്പം ഉണ്ടായേനെ. ഇനി അഥവാ ഞാൻ ജയിച്ചാലും സമ്മാനം അവൾക്ക് കൊടുത്താൽ മതി. അല്ല, എന്താണമ്മ സമ്മാനം? അത് പറഞ്ഞില്ലല്ലോ. അമ്മേ, കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ നടത്താൻ പറ്റിയോ? സക്സസ് ആണ് മാഡം. എല്ലാം മാഡം എന്നെ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആദ്യം നേടിയെടുക്കേണ്ടത് അവളുടെ വീട്ടിലുള്ളവരുടെ വിശ്വാസം. അപ്പൊ തന്നെ നമ്മുടെ ടാസ്കിന്റെ പകുതി കംപ്ലീറ്റ് ആവും. അറിയാം മാഡം. അതിനു വേണ്ടിയിട്ടാ ആദ്യം അമ്മയെ തന്നെ വലയിലാക്കിയത്. ഇപ്പതാ ശ്രീലക്ഷ്മി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നാടകം ഞാൻ കൊഴുപ്പിച്ചെടുത്തോളാം. പ്ലീസ് ഡോണ്ട് വറി. നന്ദനല്ലേ മാഡത്തിന്റെ കൂടെ?